തിരുവനന്തപുരത്ത് 4ാം തവണയും മത്സരിക്കാനായി കളത്തിലിറങ്ങുകയാണ് ശശി തരൂർ. മുൻപ് അദ്ദേഹം പറഞ്ഞിരുന്നു, മോദി വന്ന് മത്സരിച്ചാൽ പോലും താനേ ജയിക്കുകയുള്ളൂ എന്ന്. കാരണം അദ്ദേഹത്തിന്റെ തിരുവനന്തപുരത്തുള്ള സ്വാധീനം അത്രത്തോളമാണ്. തിരുവനന്തപുരത്തെ ജനങ്ങൾക്കിടയിൽ ശശി തരൂരിന് രാഷ്ട്രീയത്തിനപ്പുറം സ്വാധീനം ചെലുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് മുൻപത്തെ ചരിത്രമൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന കാര്യമാണ്. ശശി തരൂരിന്റെ ആത്മവിശ്വാസം കോൺഗ്രസിനും UDF-നും ഒക്കെ ആശ്വാസം പകരുന്നുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഒരു UDF അനുഭാവമുള്ള മണ്ഡലമാണ് തിരുവനന്തപുരം എന്ന് തന്നെ പറയാം. എന്നിരുന്നാൽ പോലും ശശി തരൂരിന് എതിരായിട്ടുള്ള ചില ഘടകങ്ങൾ ഇത്തവണ തിരഞ്ഞെടുപ്പിലുണ്ട്. കഴിഞ്ഞ തവണ 99,000-ഓളം വോട്ടുകൾ നേടി ശശി തരൂർ തിരുവനന്തപുരത്ത് 3ാം തവണയും ജയിച്ചിരുന്നു. എന്നാൽ ഇത്തവണ അദ്ദേഹത്തിന്റെ ജയം എത്രത്തോളം മികച്ചതാകും എന്നത് പറയാൻ സാധിക്കില്ല. അതിന് നിരവധി കാരണങ്ങളാണ്. തിരുവനന്തപുരത്തെ നഗരപ്രദേശങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ വിദ്യാഭ്യാസമുള്ള ഹിന്ദുക്കളായിട്ടുള്ള വ്യക്തികൾ കൂടുതലുള്ള ഒരു നഗരപ്രദേശമാണ് തിരുവനന്തപുരത്തുള്ളത്. അത് തീർച്ചയായിട്ടും ശശി തരൂരിനെ അനുകൂലിക്കുന്നുണ്ട്. രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് തിരുവനന്തപുരത്തെ എലൈറ്റ് ഹിന്ദുക്കളുടെ ഒക്കെ ഒരു പിന്തുണ ശശി തരൂരിന് ലഭിക്കുന്നത് തിരഞ്ഞെടുപ്പിനെ വളരെയധികം സ്വാധീനിക്കുന്നു എന്നത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലേക്ക് വരികയാണെങ്കിൽ അദ്ദേഹം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ആ ഒരു സ്വീകാര്യത കുറഞ്ഞിരിക്കുന്നതായി കാണാം. ഇതിന് കാരണം അദ്ദേഹത്തിന് സാധാരണ ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം നിലനിർത്താൻ സാധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അദ്ദേഹം എപ്പോഴും എലൈറ്റ് വിഭാഗത്തിലുള്ള ആളുകളുമായിട്ടാണ് കൂടുതൽ ബന്ധം സ്ഥാപിക്കുക, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കൂടുതലുള്ള ആളുകളുമായിട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ ബന്ധം എന്ന രീതിയിലുള്ള വിലയിരുത്തലുകളൊക്കെ ഉണ്ട്. ഇത് സാധാരണക്കാരെ തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുമുണ്ട്. സാധാരണക്കാരുമായിട്ട് ഒരു ബന്ധം നിലനിർത്താൻ സാധിക്കാത്തത് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം തിരഞ്ഞെടുപ്പിൽ ദോഷകരമായി ബാധിക്കുന്ന ഒരു ഘടകമാണ്. തിരുവനന്തപുരത്തെ ഹിന്ദു വോട്ടുകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് ക്രിസ്ത്യൻ വോട്ടുകളും. കാരണം കഴിഞ്ഞ തവണ ശശി തരൂരിനെ പിന്തുണച്ചതൊക്കെ ഹിന്ദു ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാണ്. ഇതിൽ ഹിന്ദു വോട്ടുകളെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്നതാണ് ക്രിസ്ത്യൻ വോട്ടുകളും. പക്ഷെ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു പ്രശ്നമായി തന്നെ നിൽക്കുകയാണ്. ഇതിന് കാരണം വിഴിഞ്ഞം സമരമാണെന്ന് തന്നെ പറയാം. കാരണം വിഴിഞ്ഞം സമരം പോലെ ഒരു സംഭവം കേരളത്തിൽ ഉണ്ടായപ്പോൾ അതിൽ ക്രിസ്ത്യൻ സഭകൾ എടുത്തിരിക്കുന്ന നിലപാടിനെ ശശി തരൂർ അതിനോടൊപ്പം നിന്നില്ല, അതിനെ പിന്തുണച്ചില്ല. അതുപോലെ തന്നെ ശശി തരൂർ എടുത്ത ആ ഒരു നിലപാടൊക്കെ തന്നെ ക്രിസ്ത്യൻ വിഭാഗങ്ങളെ തീർച്ചയായിട്ടും ചൊടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ വോട്ടുകൾ ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ വളരെ നിർണായകമാണ് ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ശശി തരൂരിന്റെ ചില നിലപാടുകൾ, അതായത് കേരളത്തിലെ വിഷയങ്ങളിൽ മാത്രമല്ല ദേശീയ അതുപോലെ തന്നെ അന്താരാഷ്ട്ര വിഷയങ്ങളിൽ ശശി തരൂർ ഈ അടുത്തായി എടുത്ത ചില നിലപാടുകളൊക്കെ ഓരോ വിഷയത്തിലും അദ്ദേഹം നടത്തിയ പ്രസ്താവനകളൊക്കെ തന്നെ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. രാജ്യം ഒന്നടങ്കം ചർച്ചാ വിഷയമാക്കിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പല പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ചില നിലപാടുകളും ഒക്കെ തന്നെ. ഇതെല്ലാം തന്നെ കേരളത്തിലെ മുസ്ലിം ന്യൂനപക്ഷങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്നാൽ അതേസമയം കോൺഗ്രസിനകത്ത് തന്നെ ശശി തരൂരിനെതിരെ പല നിലപാടുകളും വിമർശനങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. മുൻപ് ഹൈക്കമാൻഡിനെ വരെ വെല്ലുവിളിച്ചുകൊണ്ട് AICC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹം മത്സരിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ പല പൊട്ടിത്തെറികൾക്കും പല വിമർശനങ്ങൾക്കും ഒക്കെ കാരണമായിട്ടുണ്ട്. ഇതെല്ലാം തന്നെ ശശി തരൂരിനെ ഒരു നെഗറ്റീവ് രീതിയിൽ തന്നെ ബാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ശശി തരൂർ മുഖ്യമന്ത്രിയാകാനായുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയതും മറ്റും വലിയ രീതിയിൽ തന്നെ വിമർശനങ്ങൾക്ക് ഇടവെച്ചിരുന്നു. പാർട്ടിക്ക് അതീതമായ പ്രതിച്ഛായുള്ളൊരു വ്യക്തിയാണ് ശശി തരൂർ. എന്നിരുന്നാൽ പോലും അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറച്ചു കാലത്തെ പ്രവർത്തനങ്ങളും നിലപാടുകളും ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ ചില നിലപാടുകളും ഒക്കെ തന്നെ വിമർശനങ്ങൾക്ക് ഇടവരുത്തുകയും അതൊക്കെ തിരഞ്ഞെടുപ്പിനെ ദോഷകരമായി ബാധിക്കുന്ന തരത്തിലേക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ ശക്തനായൊരു നേതാവ് തന്നെയാണ്. വിശ്വപുരുഷൻ എന്ന രീതിയിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. അദ്ദേഹത്തെ ജനങ്ങൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് ഒരു ബഹുമാനവും ഒക്കെ നൽകിക്കൊണ്ട് കേരളം ഒന്നടങ്കം, കേരളത്തിൽ മാത്രമല്ല ഒരു ദേശീയ തലത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് ശശി തരൂർ. അദ്ദേഹത്തിന്റെ ഈ ഒരു ഇമേജ് എക്കാലത്തും കോൺഗ്രസിനെ പിന്തുണയ്ക്കുന്നുണ്ടെങ്കിൽ പോലും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ
ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം മേൽപ്പറഞ്ഞ എതിർ ഘടകങ്ങളൊക്കെ തന്നെ ദോഷകരമായി ബാധിക്കുന്നതാണ്. കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ദേശീയ തലത്തിൽ നിരവധി പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന സമയത്തും തന്റേതായ ഒരു വ്യത്യസ്ത നിലപാട് എപ്പോഴും എക്കാലത്തും സ്വീകരിച്ചിരുന്ന ഒരു വ്യക്തിയാണ് ശശി തരൂർ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വിമർശനങ്ങൾ ഉണ്ടാകുന്നതും സ്വാഭാവികമായിരുന്നു. എന്നിരുന്നാൽ പോലും കേരളത്തിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയൊരു വിഭാഗം ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ, പ്രത്യേകിച്ച് തലസ്ഥാന നഗരിയിൽ നോക്കുകയാണെങ്കിൽ വലിയൊരു വിഭാഗം ജനങ്ങൾ തന്നെ അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നതായി കാണാം. അദ്ദേഹം ഈ പറഞ്ഞ അദ്ദേഹത്തിനെതിരെയുള്ള ഇത്തരത്തിലുള്ള എതിർ ഘടകങ്ങളെ ഒക്കെ തന്നെ എങ്ങനെ മാറ്റി നിർത്തി അതിനെയൊക്കെ ഏത് രീതിയിൽ പ്രതിരോധിക്കുമെന്നത് കണ്ടറിയണം.